എന്താണ് എല്ലാവരും കൂടെ ഒരു വർത്താനം മീറ്റിംഗ് വിളിച്ചു വരുത്തിയത് മതിയായില്ലേ? ഞാൻ പറഞ്ഞു വയ്ക്കും. ഇനി ആരും അധികം പുറത്തിറങ്ങി നടക്കണ്ട. അതെന്തല്ലേ നിങ്ങൾക്ക് എല്ലാം കൂടെ മാമനെ വിളിച്ച് വരുത്തിയില്ലേ? അപ്പോൾ എനിക്കൊരാഗ്രഹം, ഇടിച്ചക്ക പ്ലാമുണ്ടിൽ എൻ്റെ മാമനെയും ഊരമ്മനുള്ള എൻ്റെ മാമിയും വിളിച്ചു വരുത്തി എനിക്കൊന്ന് കാണണം. അതിന് അവരൊക്കെ മരിച്ചു പോയവരല്ലേ? അതെ, അവരൊക്കെ നമ്മളെ വീട്ടിൽ പോയിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷെ എനിക്കൊരാഗ്രഹം, ഇത് കാണണം. ഒരു കാര്യം ചെയ്യാം, ഓജോടെ വിളിക്കാം. കേശുവിനെ വിളിച്ചു വരുത്ത്. ജയിച്ചു പോവാച്ചാ അവിടുന്ന്. അപ്പൂപ്പനെ കണ്ടതിന്റെ എഫക്ട് എനിക്ക് ഇതിലോട്ട് മാറിയിട്ടില്ലതാ. അത് തന്നെ, അതും അടുക്കളയിൽ വെച്ച്. അത് നിങ്ങൾ തോന്നിയത് ഒരു തോന്നലും ഇല്ല അച്ഛാ. നമ്മള് ശരിക്കും കണ്ട് മുഖമറയ്ക്ക് നടക്ക അപ്പൂപ്പൻ ഇങ്ങനെ നിക്കുവാ. നിങ്ങളെല്ലാം പോ. അകത്തേക്ക് പോ. നീ വാ, നീ പോ, നീ വാടാ. നീ പേടിച്ചോ? അടുക്കളയില്ലേ? കണ്ടാ? അത് ഞാനായിരുന്നു. അളിയല്ലേ എന്തിന്റെ കേടാളിയെ? അവര് ഓജോ ബോർഡ് കളിക്കുമ്പോഴേ രാഘവന്റെ കാര്യം പറഞ്ഞത് ഞാൻ ഒളിഞ്ഞത് കേട്ട്. അപ്പൊ ഞാൻ കളിക്കുന്ന നാടകല്ലേ, പ്ലേയല്ലത്. നിങ്ങളുടെ റൂമിനകത്ത് കളിച്ചോണ്ടിരുന്നില്ലേ? അപ്പൊ പിള്ളേരെ പഠിപ്പിക്കൊണ്ടാണ് ഞാൻ നിന്നെ കളിക്ക് തട്ടിയത്. അപ്പൊ നീ അടിച്ചു. അത് കളി തന്നെയായിരുന്നോ? എന്റെ അളിയാ. അതെ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ലോകത്ത് എന്തോരം കളി കിടക്കണ്. ഈ ഓജോ ബോർഡ് എന്തിനു കളിക്കണവന്മാര്? പലയിടത്ത് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് കളിക്കലെന്ന്. ഇത് ഉണ്ടോ ഇല്ലേ എന്താണെന്ന് അറിയണ്ട. പക്ഷെ ഇത് കളിച്ചാൽ എവിടെയും പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. നീ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയവരെ. പക്ഷെ അവരാണ് എന്നെ വിളിച്ചോണ്ട് പോയത് അങ്ങോട്ട്. പേടിച്ചു പോയാ? പിന്നെ പേടിക്കാതെ. ശരിയടാ, പേടി മാറ്റാം. അതെങ്ങനെയാളിയാ? ടെക്നിക്കാണ്. എങ്ങനെ? ഇവിടെ ഇവിടെ നിനക്ക് പറ്റൂല. അച്ഛനും കുട്ടുപോകാൻ നിൽക്കുന്നത് എവിടെ പോയി കിടക്കുവാ? നീ മനുഷ്യനെ പേടിപ്പിക്കും. അടുത്ത ഓജോ ബോർഡ് നമുക്ക് വിളിച്ചു വരുത്തണ്ടോ? കേറി പോകാണെങ്കിൽ അച്ഛാ, കുട്ടോ, അച്ഛാ, അച്ഛാ. കുട്ടുവാണ് പേടേ. കുട്ടോ, കുട്ടോ, ആടാ ആരെ ആടാ. പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടി. അറിയാ